തെന്നിന്ത്യൻ നിത്യഹരിത ഗായിക ജാനകിയുടെ ഗാനങ്ങളുടെ അപൂർവ ശേഖരവുമായി ശ്രദ്ധേയനാവുകയാണ് തൃശൂർ പുതുക്കാട് നിവാസി അഭിലാഷ്. വിദേശത്ത് പ്രോജക്ട് എഞ്ചിനീയറായ അഭിലാഷിന്റെ ശേഖരത്തിൽ ജാനകി വിവിധ ഭാഷകളിലായി പാടിയ 8500ഓളം ഗാനങ്ങളുണ്ട്. ജാനകി പോലും തന്റെ പാട്ടുകൾ വീണ്ടും കേൾക്കാനായി ആശ്രയിക്കുന്നത് ഈ യുവാവിനെയാണ്. കേരള വിഷൻ സ്പെഷ്യൽ. ഉണ്ണാതിരിക്കാം, ഉറങ്ങാതിരിക്കാം, എന്നാൽ ജാനകി അമ്മയുടെ പാട്ട് കേൾക്കാതെ ഒരു നേരം പോലും തള്ളി നീക്കാനാകില്ല. അമ്മയുടെ താരാട്ടുപാട്ടുകൾക്കൊപ്പം എസ് ജാനകിയുടെ മധുര ശബ്ദവും അഭിലാഷിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ചെറുപ്പത്തിൽ റേഡിയോയിലൂടെ ഒഴുകിയെത്തുന്ന ആ മധുര ശബ്ദം ഏറ്റുപാടുകയായിരുന്നു പ്രധാന വിനോദം. വളർന്നപ്പോൾ ജാനകി അമ്മയുടെ പാട്ടുകൾ തേടിയുള്ള യാത്രയായി. ഇപ്പോൾ ഈ യുവാവിൻ്റെ ശേഖരത്തിൽ ജാനകി അമ്മ 18 ഭാഷകളിലായി പാടിയ 8500ഓളം ഗാനങ്ങളുടെ അപൂർവ ശേഖരമുണ്ട്. താൻ പാടിയ പാട്ടുകളുടെ ഇത്രയും വലിയ ശേഖരം മറ്റൊരിടത്തുമില്ലെന്ന് ജാനകി അമ്മയും സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പഠിക്കുവാനെത്തുന്നവർക്ക് ജാനകി അമ്മ ഇപ്പോൾ നൽകുന്നത് അഭിലാഷിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയുമാണ്. ഇടയ്ക്ക് ചെന്നൈയിലെ വസതിയിൽ നിന്നും തൃശൂർ പുതുക്കാട്ടെ അഭിലാഷിന്റെ വീട്ടിലേക്ക് ജാനകി അമ്മ വിളിക്കും, താൻ പാടിയ പാട്ടുകളുടെ റഫറൻസിനായി. അച്ഛൻ അയ്യപ്പനും അമ്മ രാധാമണിയും ജാനകി അമ്മയുടെ മധുര ശബ്ദത്തിന്റെ ആരാധകരാണ്. കുട്ടിക്കാലത്ത് ഈ ആരാധന അഭിലാഷിലേക്കും ചേക്കേറുകയായിരുന്നു. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ടു വരുന്നൊരു ശബ്ദമാണ് ജാനകി അമ്മയുടേത്. മാത്രമല്ല അമ്മയ്ക്കും അച്ഛനും രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടം. അച്ഛന് തമിഴ് പാട്ട് ജാനകിയുടെ ശിങ്കാരവേലിനി ദേവ എന്ന് തുടങ്ങിയ പാട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്ക് മലയാളത്തിൽ ഇന്നലെ നീര് സുന്ദരാഗമായ അങ്ങനെ ദക്ഷിണസ്വാമിയുടെ ഒക്കെ ക്ലാസിക്കൽ ബേസ്ഡ് സോങ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേട്ട് വളരുന്നൊരു കുട്ടിക്കാലമാണ് എൻ്റേത്. മാത്രമല്ല തൃശ്ശൂർ ആകാശവാണി ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ തന്നു. മീൻസ് അവിടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളൊക്കെ കൂടുതലും ജാനകിയുടെ തന്നെയായിരുന്നു. താൻ പാടിയ പാട്ടുകളുടെ അപൂർവ ശേഖരമുള്ള യുവാവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ജാനകി അമ്മ ആദ്യമായി അഭിലാഷിനെ കാണുന്നത് ദുബായിൽ വെച്ചായിരുന്നു. ആ കൂടിക്കാഴ്ച ഒരു അപൂർവ ആത്മബന്ധമായി വളർന്നു. ദുബായിൽ ജീവിതം കരക്കെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടയിലും പ്രതിദിനം 4 മണിക്കൂറെങ്കിലും മാറ്റിവെച്ച് ജാനകി അമ്മയെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു ഈ യുവാവ്. ആലാപനത്തിലെ തേനും വയമ്പും എന്ന് പേരിട്ട ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരിയിൽ നടക്കും. 4 തവണ ദേശീയ അവാർഡും 14 തവണ കേരള സംസ്ഥാന അവാർഡും മറ്റു ഭാഷകളിൽ നിരവധി അവാർഡുകളും വാരിക്കൂട്ടിയ ഈ നിത്യഹരിത ഗായികയ്ക്ക് ഇതുവരെ പത്മശ്രീ അവാർഡ് ലഭിക്കാത്തതിൽ അതീവ ദുഃഖിതനാണ് ഈ യുവാവ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.